നമസ്കാരം. കണ്ടുമറയുന്ന ഓരോ കാഴ്ചകളും ഓർമ്മ പുസ്തകത്തിലെ ചിത്രങ്ങളാണ്. വാർത്താജാലകങ്ങളിൽ ബാക്കിയാകുന്ന വാസ്തവങ്ങളുമായി ഈരക്കം കാഴ്ചയ്ക്കപ്പുറം തുടങ്ങുന്നു. മരണത്തിലേക്ക് ഒഴുകുകയാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകം. തടാക സംരക്ഷണ പദ്ധതികളുടെ അഭാവവും അനധികൃത മണലെടുപ്പും ഈ തടാകത്തിന് ചരമഗീതം കുറിക്കുകയാണ്. ഒരു ജനതയുടെ ജീവനെ പിടിച്ചു നിർത്തുന്ന ഈ തടാകം ഇപ്പോൾ നിലനിൽപ്പിനായി കേഴുന്നു. ശാസ്താംകോട്ട തടാകത്തിൻ്റെ ഇന്നത്തെ കാഴ്ചകളുമായി ഈലക്കം കാഴ്ചയ്ക്കപ്പുറം തുടങ്ങുന്നു. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമായ ശാസ്താംകോട്ട തടാകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയാണിത്. 3 വർഷം മുൻപ് വരെ ജലനിബിഡമായിരുന്ന ഈ തടാകത്തിന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും വറ്റിവരണ്ട ചതുപ്പായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഒരു ജനതയ്ക്കായി പ്രകൃതി സമ്മാനിച്ച ഈ തെളിനീർവാഹിനി ഉറവ പറ്റി വിസ്മൃതികളിലേക്ക് മറയുകയാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. എത്ര കടുത്ത വേനലിലും ജലസമൃദ്ധമായിരുന്ന ഒരു കാലം ശാസ്താംകോട്ട തടാകത്തിന് നഷ്ടമായിട്ട് അധിക കാലമായിട്ടില്ല. സമീപ പഞ്ചായത്തായ പടിഞ്ഞാറേ കല്ലടയിലെ അനധികൃത മണലൂറ്റാണ് ഈ തടാകത്തിന് ചരമക്കുറിപ്പ് എഴുതിയത്. ഇതിനൊപ്പം നിയന്ത്രണമില്ലാതെ ജലമൂറ്റുക കൂടി ചെയ്തതോടെ തടാകം നാശത്തിന്റെ വക്കിലെത്തി. കൊല്ലം ജില്ലയിലെ ഭൂരിഭാഗം പ്രദേശങ്ങളിലും കുടിവെള്ളം വിതരണം ചെയ്യുന്നത് ഈ തടാകത്തിൽ നിന്നാണ്. തടാകം വറ്റിയതോടെ ഇവിടെ നിന്നുള്ള ജലവിതരണ പദ്ധതികൾ മിക്കതും നിർത്തിവച്ചു. ഇതോടെ ഇപ്പോൾ കൊല്ലം നഗരത്തിലുൾപ്പെടെ കുടിവെള്ളക്ഷാമം രൂക്ഷമായി. തടാകം ഇത്രയധികം വരൾച്ചയുടെ പിടിയിലായ കാലം മുൻപുണ്ടായിട്ടില്ലെന്ന് പ്രദേശവാസികൾ പറയുന്നു. ഇത് 82 ശേഷം ഓരോ വർഷം തോറും വെള്ളം ഇങ്ങനെ കുറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കാലവർഷം കിട്ടാതെ വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഈ വർഷം ഏറ്റവും കൂടുതൽ ഇങ്ങനെ വെള്ളം ഇല്ലാതായത്. അപ്പോൾ അതിനുള്ള പരിഹാരങ്ങളൊന്നും കാണുന്നില്ല. എന്നും ഇങ്ങനെ പ്രഖ്യാപനങ്ങളല്ലാതെ വേറെ ഒന്നുമില്ല. അപ്പോൾ ഈ ഗതി വരെ ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിന് മേളിൽ ഇനിയൊന്നും വരാനൊന്നുമില്ല. പിന്നെ ഓരോ ഈ പറയുന്നതുകൊണ്ട് ഈ മണൽ വാരിയെന്നും മണ്ണ് വാരിയെന്നൊക്കെ പറയുന്നതുകൊണ്ട് അങ്ങനെയുള്ള കുറവുണ്ടാകാൻ സാധ്യതയുണ്ട്. ഇല്ലയെന്ന് പറയാനൊക്കത്തില്ല. ഈ താഴ്ച പുറത്തുള്ള സ്ഥലങ്ങളിൽ താഴ്ച വന്നുകൊണ്ടിരിക്കുമ്പോഴത്തേനും ഇവിടുത്തെ ഉറവ പറ്റിക്കൊണ്ടിരിക്കുകയല്ലേ. അങ്ങനെ വരുന്നതായത് ഏറ്റവും കൂടുതൽ ഇങ്ങനെ വരുന്നത്. 82 നല്ല ഹൈറ്റായിരുന്നു വെള്ളത്തിന്. ഇപ്പോൾ ഒരു 15 അടി വെള്ളമെങ്കിലും കുറഞ്ഞിട്ടുണ്ട് മൊത്തത്തിൽ. തടാകത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്ന ആവശ്യവുമായി തടാക സംരക്ഷണ സമിതി സമരവുമായി രംഗത്തെത്തിയിട്ടുണ്ട്. തെന്മല ഡാമിൽ നിന്നും കനാൽ വഴി ജലം തടാകത്തിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ എത്തിച്ച് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് പരിഹാരം കാണണമെന്നാണ് പരിസ്ഥിതി പ്രവർത്തകരുടെ അഭിപ്രായം. അപ്പോൾ 2 ഓപ്ഷനാണ് നമ്മുടെ മുമ്പിലുള്ളത്. ഒന്ന്, വെള്ളത്തിന് നിയന്ത്രണം വേണം. 2, വെള്ളം ഇതിനകത്ത് റീചാർജ് ചെയ്യാനുള്ള സംവിധാനം വേണം. ഈ 2 കാര്യങ്ങളാണ് ഇന്ന് നമ്മുടെ പ്രധാനപ്പെട്ട ഒരു ആവശ്യം. മൂന്നാമത് മാത്രമായിട്ട് ഇപ്പോൾ സംരക്ഷണ പ്രവർത്തനം ഏതാണ്ട് മൂന്നാമത് മാത്രമായിട്ട് ചുരുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് കല്ലടയാറ്റിൽ പുതിയ ഡാം ചെയ്തിട്ടോ മറ്റേതെങ്കിലും തരത്തിൽ വെള്ളം ഇതിനകത്ത് കൊണ്ടുവരണം, തെന്മലയിൽ നിന്ന് വെള്ളം കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം ഉന്നയിക്കുക. അതനുസരിച്ചാണ് കഴിഞ്ഞ നവംബർ മാസത്തിൽ വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രിൻസിപ്പൽ സെക്രട്ടറി ഇവിടെ വരികയും ശാസ്താംകോട്ടയിൽ വന്നിട്ട് അതുമായിട്ട് ബന്ധപ്പെട്ട് ചർച്ച നടത്തുകയും ചെയ്തത്. അങ്ങനെയാണ് തെന്മലയിൽ നിന്ന് വെള്ളം ഇങ്ങോട്ട് റീചാർജ് ചെയ്യാനുള്ള ഒരു പദ്ധതി ഉണ്ടാകുന്നത്. സ്വാഭാവികമായിട്ട് പറയാം, ബയോഡൈവേഴ്സിറ്റിയുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ജൈവവൈവിധ്യം സംഭവിക്കുന്ന കായലിൻ്റെ പ്രശ്നങ്ങളും തെന്മലയിൽ നിന്ന് വെള്ളത്തിൻ്റെ പ്രശ്നങ്ങളും. പക്ഷേ ഗുണനിലവാരം പൂർണ്ണമായിട്ട് ഉറപ്പുവരുത്തി ഈ ശാസ്താംകോട്ട തടാകത്തിൽ അത് റീചാർജ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റ് യാതൊരു പ്രശ്നങ്ങളുമില്ല എന്ന് ബോധ്യപ്പെടുത്തി മാത്രമേ ഇത് ചെയ്യുകയുള്ളൂ എന്നാണ് വാട്ടർ റിസോഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് നമുക്ക് വാക്ക് തന്നിരിക്കുന്നത്. അതുപോലെ ശുദ്ധീകരിച്ച വെള്ളമാണ് ഇതിനകത്ത് പമ്പ് ചെയ്യുന്നത്. ഒരു കാര്യം ഇവിടുത്തെ ജനങ്ങൾ വളരെ വ്യക്തമായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. കഴിഞ്ഞ ഒരു 10-15 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കായൽ ഏത് രീതിയിൽ കിടക്കുന്നു ആ രീതിയിലും സമൃദ്ധമായിട്ട് വെള്ളം നിറഞ്ഞൊന്ന് കാണണം എന്നുള്ളതാണ്. അങ്ങനെ പ്രകൃതിയെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാനുള്ള മനുഷ്യന്റെ സ്വാർത്ഥ ലാഭത്തിന് പ്രകൃതി നൽകിയ തിരിച്ചടിയുടെ ഏറ്റവും വലിയ ഉദാഹരണമായി ഈ തടാകം മാറുന്നു. ശാസ്താംകോട്ട തടാകം ഇല്ലാതായാൽ അത് ഏറെ ബാധിക്കുക കൊല്ലം ജില്ലയുടെ ഭാവിയെ തന്നെയാകും. പ്രകൃതിയുടെ നെഞ്ചു പിളർന്നുള്ള മനുഷ്യൻ്റെ ചൂഷണം ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നതിന് സമമാണ്. പ്രകൃതിയുടെ സിരകളെ വെട്ടിമുറിക്കുമ്പോൾ ഓർക്കുക, വരണ്ടുണങ്ങിയ മലയാള ഭൂമി അധികം വിദൂരത്തല്ലെന്ന വസ്തുത.
ശാരീരിക വൈകല്യങ്ങളെ വെല്ലുവിളിച്ച് കൃഷിയിടത്തിൽ വിജയം കൊയ്ത ഒരു കർഷകനെ ഇനി പരിചയപ്പെടാം. പരിമിതമായ സ്ഥലത്ത് കൂടുതൽ ആദായം ലഭ്യമാക്കുന്ന കൃഷിരീതികൾ വികസിപ്പിച്ചിരിക്കുകയാണ് വടക്കാഞ്ചേരി സ്വദേശി മാത്യു. മാത്യുവിൻ്റെ കൃഷിക്കാഴ്ചകളാവട്ടെ ഇനി. മൂവാറ്റുപുഴയിൽ നിന്നും തൃശൂരിലെ മലയോര മേഖലയിലേക്ക് കുടിയേറുമ്പോൾ കൃഷിയായിരുന്നു മാത്യുവിന്റെ മനസ്സു നിറയെ. കൃഷി തകൃതിയായി നടക്കുന്നതിനിടെ ബൈക്ക് അപകടത്തിൽ ഒരു കാലിനും കൈക്കും സാരമായ വൈകല്യം ബാധിച്ചു. ഒരു കാലും കൈയും മടക്കാൻ പോലും കഴിയാത്ത അവസ്ഥയായി. എങ്കിലും മനസ്സിലുണ്ടായിരുന്ന കൃഷി മുറുകെ പിടിക്കാനായിരുന്നു തീരുമാനം. ഭാര്യയും 2 മക്കളും പൂർണ്ണ പിന്തുണയും നൽകി. ഈ പ്രോത്സാഹനം പുതിയ പരീക്ഷണങ്ങൾക്ക് മാത്യുവിനെ പ്രേരിപ്പിച്ചു. ചുരുങ്ങിയ സ്ഥലത്ത് കൃഷി ചെയ്ത് ആദായം കൂട്ടുകയായിരുന്നു ലക്ഷ്യം. വൈകല്യങ്ങളെ മറികടക്കാനായി 5 മീറ്റർ ഇടവിട്ട് കിടങ്ങ് നിർമ്മിച്ചായിരുന്നു കൃഷി തുടങ്ങിയത്. കിടങ്ങിൽ നിന്നുകൊണ്ടായിരുന്നു ജോലികൾ ചെയ്തിരുന്നത്. ഞാൻ ചുരുങ്ങിയ സ്ഥലം കൊണ്ട് ഇപ്പം ഞാൻ ചെയ്യുന്നത് കുറച്ച് വാഴ, പള്ളിയാൽ പോലെയുള്ള സ്ഥലങ്ങളിൽ ഞാൻ നടുവിലൂടെ ഒരു കാന കയറി ഒരു 5 മീറ്ററൊക്കെ വിടവിട്ട് കാന കയറി മണ്ണ് പുറത്തേക്ക് തട്ടിയിട്ടുകൊണ്ട് ആ സ്പേസിൽ ഞാൻ വാഴ നടുകയാണ്. ഒരു കുഴിയിലെ 2 വാഴയിൽ നിന്നും ഒരുപോലെ കുലകൾ ലഭിച്ചത് ആവേശം ഇരട്ടിയാക്കി. ഇത്തവണ 3 വാഴ നട്ടാണ് പരീക്ഷണം. ഇടവിളയായി പയർ, മുളക്, ചീര, പാവൽ തുടങ്ങിയവയെല്ലാം ഉണ്ട്. കപ്പ കൃഷിയിലായിരുന്നു പിന്നീട് നടത്തിയ പരീക്ഷണം. ചാക്കിൽ പ്രത്യേക രീതിയിൽ മണ്ണ് നിറച്ച് നടത്തിയ കൃഷിയും മാത്യുവിന് 100 മേനി വിളവ് സമ്മാനിച്ചു. ഒരു ചാക്കിൽ നിന്നും 15 കിലോ വരെ കപ്പയാണ് ലഭിച്ചത്. കുറച്ച് സ്ഥലമുള്ളവർക്കും മട്ടുപ്പാവുള്ളവർക്കും ഇത്തരം കൃഷിരീതികൾ വിജയകരമായി നടത്താമെന്നാണ് ഈ കർഷകന്റെ സാക്ഷ്യപ്പെടുത്തൽ. മാത്യുവിന്റെ പരീക്ഷണത്തിന് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സാമ്പത്തിക പിന്തുണയുമുണ്ട്. വിധിയെ ഓർത്ത് വിലപിക്കുകയല്ല മാത്യു ചെയ്തത്, മറിച്ച് മണ്ണിനോട് പോരാടി ജീവിത പ്രതിസന്ധികളെ നേരിട്ടു. മാത്യുവിൻ്റെ ആ മനക്കരുത്തിന് കാഴ്ചയ്ക്കപ്പുറത്തിൻ്റെ എല്ലാ പിന്തുണയും.